സ്മാർട്ട് വാച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് 500 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയാലോ, അതും സൂപ്പർ സ്മാർട്ട് വാച്ചുകൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും ഇപ്പം സ്മാർട്ട് വാച്ചുകളുടെ കാലം. അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ നോർമൽ വാച്ചൊക്കെ ഉപയോഗിച്ചിട്ട് 2-3 കൊല്ലമൊക്കെ നമ്മളതുവരെ ഇപ്പോൾ ഫുൾ ടൈം സ്മാർട്ട് വാച്ചിലാണ്. എന്താ വെച്ചാൽ നമുക്ക് സ്മാർട്ട് വാച്ചിനുകൊണ്ട് പല പല ഉപകാരങ്ങളുണ്ട്. അതുപോലെ നമുക്ക് കോൾസ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കുറച്ച് ഈസി ആക്കുകയാണ്. പോരാതെ തന്നെ ഇപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്, ഹെൽത്ത് ട്രാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും എന്തായാലും. അപ്പോൾ ഒരു നല്ലൊരു സ്മാർട്ട് വാച്ച് എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രീമിയം സ്മാർട്ട് വാച്ച് സെക്ടർ ഉണ്ട്, ബഡ്ജറ്റ് സെക്ടറിലുണ്ട്, അങ്ങനത്തെ കുറേ സെക്ടർ ഉണ്ട്. നമുക്കൊരു 5000-ൻ്റെ ഇടയിലുള്ള സ്മാർട്ട് വാച്ചുകളുണ്ട്, 10,000-ൻ്റെ ഇടയിലുള്ള സ്മാർട്ട് വാച്ചുകളുണ്ട്, 15,000-ൻ്റെ ഉണ്ട്, 20,000-ൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തൊരു പരിചയപ്പെടാൻ പോകുന്നത് ശരിക്കും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു പ്രീമിയം ഫോണല്ല സ്മാർട്ട് വാച്ച്, Amazfitൻ്റെ ഒരു വാച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ. Amazfitൻ്റെ GTS എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും GTS നമ്മുടെ പഴയ മോഡൽ, ശരിക്കും 1 കൊല്ലം മുമ്പ് ഇറങ്ങിയ മോഡലാണ്. ഇതിൻ്റെ GTS 2-ഉം GTS 3 ഒക്കെ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ ഒരു പ്രീമിയം ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഒരു പ്രീമിയം ഫോൺ നമുക്ക് അടുത്ത മോഡൽ ഇറങ്ങുമ്പോൾ അതിന് വില കുറവല്ലോ. അതേ സംഭവം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെന്ന് വെച്ചാൽ ഇതിനിപ്പോൾ ഓൾറെഡി പകുതി വിലയായിട്ട് നമുക്ക് അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ തന്നെ വരെ ഡയറക്റ്റ് സൈറ്റിൽ അവൈലബിൾ ആണ്. 5999 നമുക്ക് ഈ റെഡിനും ബ്ലാക്ക് കളറിനും വരുന്നത്. അത് ഷോപ്സി ഉപയോഗിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 500 ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ. ഷോപ്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഷോപ്സിനെ കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ക്യാഷ് ബാക്ക് അപ്പോൾ തന്നെ കയറും, അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കയറും. നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ക്യാഷ് കറവൻ്റെ ഒക്കെ പോലെ ഇല്ല, അതുപോലത്തെ ഒരു സംഭവമാണ് ഷോപ്സി. പക്ഷേ അത് ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ആപ്പ് തന്നെയാണ് ഷോപ്സി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പോ അല്ലെങ്കിൽ ഷോപ്സിയുടെ ആപ്പോ ഏതെങ്കിലും ഒരെണ്ണം മതി. ഷോപ്സിയുടെ ആപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ് ആവശ്യമില്ല. എന്ന് വെച്ചാൽ എല്ലാം സെയിം ആണ് വരിക, പക്ഷേ നമുക്ക് ക്യാഷ് ബാക്ക് വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. എനിക്ക് ക്യാഷ് കറോ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ക്യാഷ് കറോ ഞാൻ 2 ഒരേ ടൈമിൽ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ഇതൊരു 10 പൈസ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളത് ഇഷ്ടം പോലെ ആമസോണിലൊക്കെ വാങ്ങിച്ചേക്കുന്നതാണ്. പക്ഷേ ട്രാക്കിംഗ് ഒന്നും അവരെ കാട്ടല്ല. അവർ ആദ്യം എൻ്റെ ശരിക്കും 500, ഞാൻ അതിന് മുമ്പ് പറഞ്ഞത് 500 വരെ കയറിയിട്ട് അവർ കുറേ കഴിഞ്ഞപ്പോൾ റിഡക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 150 രൂപയിൽ നിൽക്കുകയാണ്. 250 രൂപയിൽ അവർക്ക് മിനിമം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതേ സമയത്ത് തുടങ്ങിയതാണ് ഞാൻ ഷോപ്സി ഉപയോഗിക്കലും. ഓൾമോസ്റ്റ് ഒരു 5000 രൂപ വരെ എനിക്ക് ഓൾമോസ്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടി കഴിഞ്ഞു. ഞാൻ എന്തായാലും അത് നമ്മുടെ ഇതിൽ പേര് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഫോണിൽ. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല നമ്മളെന്തായാലും. അപ്പോൾ നമുക്ക് ഈ സ്മാർട്ട് വാച്ചാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനും അതുപോലെ പെയറിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് Amazfitൻ്റെ GTS എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 4 കളറിൽ അവൈലബിൾ ആണ്. റെഡ്, ബ്ലാക്ക്, അതുപോലെ ഒരു ഗ്രേ അല്ല പിങ്ക്, പിന്നെ ഒരു വാനില കളർ പോലത്തെ ഒരു സ്ക്രാപ്പാണ്. ആ 2 മോഡലിനും പിങ്കിനും ആ ഒരു ലൈറ്റ് കളറിന് വേറൊരു മോഡലുണ്ട്, ഒരു ക്രീം കളർ പോലത്തെ. 2ത്തിനും 5450 രൂപയാണ് MRP വരുന്നത്. നമുക്ക് 500 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ഒരു 5000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് ശരിക്കും ലേഡീസിനെ പറ്റി നമുക്ക് സ്ട്രാപ്പ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ശരിക്കും കറക്റ്റ് ഡിറ്റോ ആണ് നമ്മുടെ എന്താ പറയുക ആപ്പിൾ വാച്ചായിട്ട്. അപ്പോൾ ആപ്പിൾ വാച്ച് ഫാൻസുകാർക്കൊക്കെ ഒരു നല്ലൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു 98% വരെയൊക്കെ സെയിം ആണ് കണ്ട. ശരിക്കും സ്ട്രാപ്പ് കൂടി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ശരിക്കും അതേ ഡിസൈനാണ്, അതേ ക്വാളിറ്റി വരുന്നുണ്ട്, പ്രീമിയം ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ല സ്ലിമ്മാണ്, അലുമിനിയം ഫിനിഷാണ്, അലുമിനിയം ബോഡിയാണ്. ബാക്ക് മാത്രം നമ്മുടെ സെൻസറൊക്കെ വരുന്ന കാരണം പ്ലാസ്റ്റിക്കാണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് 50 മീറ്റർ വരെ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്, ബിൽഡിൻ GPS ഉണ്ട്, ലോങ് ബാറ്ററി ലൈഫാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി ആക്റ്റീവ് 2 ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ 2 AMOLED ആണ് വരുന്നത്. അത് എനിക്ക് ശരിക്കും അത് ഓഫറിൽ കിട്ടിയതാണ്. അതെനിക്ക് 12,990 കിട്ടി. ഇപ്പോൾ പക്ഷേ അതിന് 17 സംതിങ് ഒക്കെ ഉണ്ട്. അത് റേറ്റ് കൂടിയതായിരുന്നു. ഇതിന് MRP വരുന്നത് 12,990 ആണ് കേട്ടോ. ഞാനത് വാങ്ങിച്ച് ശരിക്കും 5990 ആണ്. പ്ലസ് 500 നമുക്ക് ക്യാഷ് ബാക്ക് 2 ദിവസം കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 5500 രൂപയ്ക്ക് നമുക്ക് കിട്ടിയത്. ബ്ലൂടൂത്ത് 5 വരുന്നുണ്ട്. അതുപോലെ 500 mAh ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി ലൈഫൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. അത് ഞാൻ ആക്ച്വലി ഇത് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പെയറിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ബൂട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിന് ശരിക്കും ഒരു ആപ്പ് ഉണ്ട്, സെപ്പ് ആപ്പ് എന്ന് പറഞ്ഞിട്ട്, Amazfitൻ്റെ ആപ്പാണ്. അപ്പോൾ Amazfitനെ അറിയാത്തൊരു ചൈനീസ് ബ്രാൻഡാണ്. നമ്മുടെ മീനൊക്കെ വാച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരാണ്, Amazfit ആണ്. ഒരു ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. പക്ഷേ ഒരു വാച്ചുകൾ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ ഇതെന്തായാലും നിങ്ങൾക്ക് പഴയതായും തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 2-3 പുതിയ മോഡൽസ് ഇതിൻ്റെ GTS 2-ഉം 3 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഒരു 12-13 റേഞ്ചിൽ വരും. അതിൽ നമുക്ക് കോളിംഗ് ഫീച്ചറൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് കോളിംഗ് ഫീച്ചർ ഇല്ല കേട്ടോ. അതൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താ പറയുക ഹൈ എൻഡ് സാധനത്തിൻ്റെ എല്ലാ സംഭവവും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു 6999 റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ 2E മിനി ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കാണാനൊക്കെ. അത് നമുക്ക് ആമസോണിൽ പുതിയത് അവൈലബിൾ ആണ്. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സാധനം തന്നെ Amazfit. നമ്മളിതിനു മുമ്പ് Amazfitൻ്റെ വേറൊരു മോഡൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്പോർട്ട് മോഡൽ ടൈപ്പ്, നമ്മുടെ G-Shockൻ്റെ സ്റ്റൈൽ ടൈപ്പ്. അത് കുറച്ച് കാലമായിട്ട് ഒരു 1.5 കൊല്ലമൊക്കെ ഉണ്ടാവും.
അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ചാനലിൽ എല്ലാവരും വെൽക്കം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൂടെ തന്നെ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ആമസോണിൽ നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ എന്താ പറയുക നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ ടോപ്പ് 5 കാറ്റഗറിയിൽ തന്നെ ഈസിയായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. എക്സ്ട്രാ ചാർജൊന്നും ഇല്ലാണ്ട് തന്നെ ഒന്ന് ചെക്കൗട്ട് നോക്കുക. ഞാൻ URL കാണിക്കുന്നുണ്ട്, നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് URL കിട്ടും ചെയ്യട്ടെ. അതുപോലെ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മളൊരു പേജ് തുടങ്ങിയിരുന്നു, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ യൂട്യൂബ് കമൻറ്റ് തന്നെ ചെയ്താൽ മതി, അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നത്. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ആക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ Amazfit GTSൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണുന്നത്. ഓൾറെഡി നമ്മുടെ പടം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് കളർ എടുക്കണം അതിൻ്റെ പടമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇത് റെഡ് കളർ മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പടം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ AMOLED ഡിസ്പ്ലേ, വാട്ടർ റെസിസ്റ്റൻറ്റിൻ്റെ ഇത് ബിൽഡ്-ഇൻ GPS ആണ്, ലോങ് ബാറ്ററി ലൈഫ് ഉണ്ട്, മൾട്ടി സ്മൂത്ത് മോഡ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് വേറെ മെയിനായിട്ടുള്ള സ്പെസിഫിക് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകാം. ഇതിൽ നമുക്ക് കുറച്ച് പ്രൈസിങ് ഡീറ്റെയിൽസ് ഒക്കെ വന്ന് നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല, വെച്ചാൽ ലൈറ്റ് കളറാണ്. പിന്നെ ഞാൻ പോരാ തന്നെ നമ്മുടെ സാനിറ്റൈസർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് MRP കൊടുത്തേക്കുന്നത് 12,999 ആണ്. പ്രൊഡക്ഷൻ ഡേറ്റ് പറയുന്നത് 4/2021. അപ്പോൾ വലിയ പഴമൊന്നും പറയാനില്ല. മെയ്ഡ് ഇൻ ചൈനയാണ്. കളർ വരുന്നത് വെർമിലാണ്, ഓറഞ്ചാണ് കൊടുത്തേക്കുന്നത്. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് ഒക്ടോബർ 2021. കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇത് ഞാൻ ഓൾറെഡി ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും തുറക്കാം. ഉള്ളിലത്തെ പാക്കേജിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആയോ, നല്ല ടൈറ്റ് തന്നെ ഉണ്ടോ ബോക്സ്? ആയോ വായോ വായോ, നല്ല ടൈറ്റാണ്. ശരിക്ക് ഭയങ്കര ടൈറ്റ് വെച്ചാൽ നമ്മൾ ഇത്ര പണി വിട്ടിട്ടും സാധനം കിട്ടുന്നില്ല. എൻ്റെ അമ്മ, നമ്മളൊന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ബോക്സ് എടുത്തിട്ടുണ്ട്. ഉള്ളിലത്തെ ബോക്സിൽ നമുക്ക് ഇങ്ങനെ ഒരു Amazfitൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ ബോക്സാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പോരട്ടെ. അപ്പോൾ നമ്മുടെ മെയിൻ വാച്ച് കണ്ടുകൂടെ, എന്ത് നീറ്റ് ലുക്കാണ്. ശരിക്കും തനി ആപ്പിൾ വാച്ചിൻ്റെ കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ഫീച്ചേഴ്സും അതിൻ്റെ ഒരു ക്വാളിറ്റി വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഉണ്ട്, ഭയങ്കര സ്ലിമ്മാണ്, അലുമിനിയം ഫിനിഷാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് എന്തായാലും നമുക്ക് വാച്ച് കൊടുക്കാം ഇന്ന്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് റെഡ് സ്ട്രാപ്പായിരുന്നു. ഇതിൻ്റെ നമുക്ക് ബ്ലാക്ക് അതുപോലെ ഒരു പിങ്ക് കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചോയ്സ് എൻ്റെ കളർ മോഡൽ കുറേയൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പക്ഷേ നമുക്ക് സ്ട്രാപ്പ് മാറ്റിയിടാമല്ലോ. ഞാൻ എന്തായാലും വേറൊരു എക്സ്ട്രാ സ്ട്രാപ്പുകൾ 3 ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രാപ്പുകൾ വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വേറെ വീഡിയോ എടുക്കാം. എന്താ വെച്ചാൽ നമുക്ക് 20mm ഒരു സൂപ്പർ ക്വാളിറ്റി സ്ട്രാപ്പാണ്. കണ്ട നല്ല ഒരു 1000 രൂപയുടെ സ്ട്രാപ്പ് വില തോന്നിക്കുന്ന സ്ട്രാപ്പുകളാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വേറെ സെപ്പറേറ്റ് വീഡിയോ എടുക്കാം. നമുക്കത് എല്ലാത്തിലും ഉപയോഗിക്കാം കേട്ടോ. എല്ലാ സ്മാർട്ട് വാച്ച് 20mm എല്ലാത്തിലും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജിങ് ഉള്ളിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഇത് നമ്മുടെ റാപ്റ്ററാണ്. ഇത് നമുക്ക് ഡോക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഡോക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, പിന്ന് വെച്ചിട്ടുള്ളത്, ബാക്കിൽ പിന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസ്, പിന്നെ നമുക്കൊരു വലിയൊരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. ചക്കാനും മാനുവല് ഇതെല്ലാം കുറേ ഭാഷയിലുണ്ട്. അതാണ് ഇത്ര സൈസ് വരുന്നത്. ഇത്രയേ ഉള്ളൂ, വേറെ നമുക്ക് പാക്കേജിലൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ സംഭവമുള്ളൂ. നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് പോകാം. നമുക്കിത് കളയാം. ആ ക്വാളിറ്റി ഉണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് AMOLED ആണ്. നമ്മുടെ സ്മാർട്ട് വാച്ച് ഗാലക്സി വാച്ച് 2 ആണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. നമുക്കിനി നമ്മുടെ എന്താ പറയുക, ഫോൺ എടുക്കണം. ഫോണിൽ നമുക്കൊരു Amazfitൻ്റെ ഒരു ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്കിത് പെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഫസ്റ്റ് ബോട്ട് കണ്ടിട്ട് നമുക്ക് തിരിച്ചിട്ട് നമ്മുടെ ഫോണിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബോട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്കാൻ ചെയ്യാൻ ഡൗൺലോഡ് ദ ആപ്പ് ബൈൻഡിങ് വാച്ച് കൊണ്ട് ആപ്പ് ചെയ്ത് നമ്മളൊരു സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മൊബൈൽ എടുത്തിട്ട് നമുക്ക് അതിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ Amazfit എന്ന പേരായിരുന്നു ആപ്പ്. ഇപ്പോൾ നമുക്കത് ZEP എന്ന പേര് ഒരു മാറ്റിയിട്ടുണ്ട്. ZEBന് ഹുവാമയുടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്കൊരു 106 MB വരുന്നുണ്ട് കേട്ടോ. 4.2 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. നല്ലൊരു ആപ്പാണ്. നമുക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക വാച്ച് ഫേസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേയുടെ എത്ര ഡിസ്പ്ലേ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ബ്ലാക്ക് ആണെന്ന് വെച്ചാൽ AMOLED ഡിസ്പ്ലേൻ്റെ നമുക്ക് ശരിക്കും ഇത് ഫുള്ളി ഡിസ്പ്ലേ വരുന്നില്ല. ഇവിടം വരെയാണ് ഞാൻ എന്തായാലും ഓണത് കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാറുണ്ട്. ഇതിപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ അറിയില്ല. നമ്മളെന്തായാലും പേര് ഇതിൽ കാണിച്ചു തരാം. അത് നമുക്ക് പിന്നെ ഓൾറെഡി അതിൻ്റെ സെൻസേഴ്സ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ വൈറ്റ് ലൈറ്റ് അതിന് ഭയങ്കര ലൈറ്റ് വരാനുണ്ട്. ഇത് നമ്മുടെ ഗാലക്സി വാച്ചാണ് 2 ആക്റ്റീവ് 2. ഇതിൻ്റെയും ഒരു നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ZEP ഇൻസ്റ്റാൾ ചെയ്തു. നമ്മൾ അത് ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ സൈൻ ഇൻ ചെയ്യാനൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ആരൊക്കെയോ മെസ്സേജ് അയക്കുന്നത്, നമുക്ക് ഇതിനൊക്കെ റിപ്ലൈ ചെയ്യണം. തൽക്കാലം പോട്ടെ. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ
ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് കൊടുത്തു. നമുക്ക് കൺട്രി റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യ ആണല്ലോ. ഇന്ത്യ റെക്കമെൻഡ് എന്ന് മുകളിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുത്തു. ഇനി നമ്മുടെ ഇമെയിലേക്ക് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പേജ് വരുന്നത് നമ്മുടെ പേര് അതുപോലെ ജെൻഡർ ഇതൊക്കെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് കാലം എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് 177. നമുക്ക് വെയിറ്റ് സെറ്റ് ചെയ്യാം. ഇത് കിലോഗ്രാമിലൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആക്ടിവിറ്റി 87 എന്നൊക്കെ കിടക്കട്ടെ. അത് നോർമലായിട്ട് കിടക്കട്ടെ. ടാർജറ്റ് ബാക്കി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം സെറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ തൽക്കാലം സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡണ്ണ് കൊടുത്തു. സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഹോം പേജിൽ എത്തിയിട്ട് ഇനി നമുക്ക് നമ്മുടെ സ്കാൻ ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിത് ആഡ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ടൊന്ന് ശരിയാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്പിൻ്റെ ഒരു പ്രൊഫൈൽ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഹോം പേജ് വരുന്നുണ്ട്. അതിൻ്റെ PI റേറ്റിംഗ്സ് വരുന്നുണ്ട്, സ്ലീപ്പ് ട്രാക്കിങ്ങിൻ്റെ വരുന്നുണ്ട്, ഹാർട്ട് റേറ്റിൻ്റെ, സ്ട്രെസ്, ബ്ലഡ് ഓക്സിജൻ, അതുപോലെ നമ്മുടെ വെയിറ്റും BMI ഒക്കെ വരുന്നുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇത് നല്ല കാര്യം തന്നെയാണ്. എനിക്കത് സാംസങ്ങായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഹോം പേജ്. പിന്നെ ഒരു ഹെൽത്ത് സെക്ഷൻ വരുന്നുണ്ട്, വാക്കിംഗ്, റണ്ണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ടാർജറ്റ് സെറ്റ് ചെയ്തതൊക്കെ ഉണ്ട്. നമുക്ക് പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഡിവൈസ് കാണാം. അപ്പോൾ നമ്മൾ അതിൽ ആഡ് കൊടുക്കുക, വാച്ച് സെലക്ട് ചെയ്യുക, ഗോട്ടിട്ട് കൊടുക്കുക, നമ്മുടെ ലൊക്കേഷൻ എനേബിൾ കൊടുക്കുക. അപ്പോൾ എല്ലാ ഓൾ ടൈം കൊടുക്കുക, എന്നാലും നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ലൊക്കേഷൻ പെർമിഷൻ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഗോട്ടിട്ട് കൊടുക്കുക. നമുക്ക് വാച്ച് വിത്ത് QR കോഡാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി QR കോഡിൽ വന്ന് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആ QR കോഡ് വിത്ത് QR കോഡ് എന്ന് കൊടുത്തു. ടേൺ ഓൺ ബ്ലൂടൂത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇതിന് നമുക്ക് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തു. അപ്പോൾ തന്നെ മെസ്സേജ് വന്നു. അപ്പോൾ തന്നെ നമുക്ക് അതിൽ കാണിച്ചു പെയറിംഗ് എന്ന്. അപ്പോൾ പെയറിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമുക്ക് വാച്ച് വൈബ്രേറ്റ് ചെയ്തു. നമ്മളിൽ ടിക്ക് കൊടുത്തു. കൺഫേം പെയറിംഗ് ഓൺ ദ വാച്ച് എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഓക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇതിൽ പെയറിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സിങ്ക്രോണൈസിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നു കേട്ടോ. അപ്പോൾ റീസ്റ്റോറിങ് വാച്ച് സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ വാച്ച് ഓൾറെഡി ഓൺ ആയിട്ടാണ്. വാച്ചിൻ്റെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. നമുക്ക് എന്തായാലും അതിൻ്റെ ബ്രൈറ്റ്നസ് കൊടുക്കാം. അതിൽ ഓട്ടോ ബ്രൈറ്റ്നസ് ഉണ്ട്. നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഫുള്ളിൽ കിടക്കട്ടെ. ഇതാണ് ഡിസ്പ്ലേ വരുന്ന ക്വാളിറ്റി. രക്ഷയില്ല, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഡിസ്പ്ലേ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടിരിക്കും അത് ഒരേ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഫേംവെയറിൻ്റെ. അപ്പോൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ തന്നെ കണക്ട് ചെയ്തുള്ള അപ്ലിക്കേഷൻ അപ്ഡേഷൻ വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്ഡേറ്റിംഗ് ഫേംവെയറിനായിട്ട്. അപ്പോൾ എന്തായാലും ഫേംവെയർ അപ്ഡേഷനെ കഴിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ടൈം എടുത്തു. എന്ന് വെച്ചാൽ നമ്മുടെ ഫേംവെയർ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് GPS അപ്ഡേറ്റ് വന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതൊരു എന്താ പറയുക റിസോഴ്സ് ലൈബ്രറി അപ്ഡേറ്റ് വന്നു. അപ്പോൾ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നടന്നു. നമുക്കിപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റിംഗ് GPS ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കാണിച്ചു തരാം. GPS 100% കാണിക്കുന്നുണ്ട്. 53% ബാറ്ററി ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് മുമ്പ് തന്നെ നമുക്ക് വാച്ചിൻ്റെ ഒരു ക്ലോസ് പോലെ നമുക്ക് കാണാം എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് വാച്ച് ഫേസ് വരുന്നത്. അപ്പോൾ ലൈറ്റ് നിങ്ങൾക്ക് കറക്റ്റ് അടിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ലൈറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ കളർ അങ്ങനെ കാണുന്നതാണ്. ശരിക്കും നല്ല ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി കിട്ടാനുള്ള സാധ്യത, നമ്മുടെ ഡിസ്പ്ലേൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഒന്ന് കറക്റ്റ് സൂം ചെയ്യാം. അപ്പോൾ നമുക്കിത് ഡിം മോഡിൽ ഇതാണ് വരുന്നത്. അപ്പോൾ നോർമൽ മോഡിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഡിഫോൾട്ടാണ്. നമുക്ക് ഇതിൽ വേറെ വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിൽ കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് വേറെ 2 ഓൾറെഡി ഇൻബിൽഡ് വന്നിരിക്കുന്നത്. നല്ല ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സൈഡൊക്കെ ശരിക്കും അലുമിനിയം ഫിനിഷാണ്. അതുപോലെ ടച്ച് ഈ ബട്ടണൊക്കെ അലുമിനിയം ഫിനിഷാണ്. സ്ട്രാപ്പ് നല്ല സ്ട്രാപ്പ് തന്നെയാണ്. നല്ല ക്വാളിറ്റി സ്ട്രാപ്പാണ്. സിലിക്കോൺ സ്ട്രാപ്പാണ്. റിമൂവബിൾ ആണ്. ബാക്കിൽ നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഓൾറെഡി ലൈറ്റ് അതൊന്ന് കാണണ്ടായിരിക്കും. അപ്പോൾ ഇത് ഹാർട്ട് റേറ്റൊക്കെ മെഷർ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ മെനുവിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ മുകളിലേക്ക് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് ഉണ്ട്, ഒരു നൈറ്റ് മോഡ് ഉണ്ട്, അതുപോലെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനുള്ള ലോക്ക് മോഡൊക്കെ ഉണ്ട്. താഴെ നമുക്ക് മെനുവിലേക്ക് പോകാം. സ്റ്റാറ്റസ്, PI നോക്കാനുള്ളതുണ്ട്, ഹാർട്ട് റേറ്റിംഗ് ഉണ്ട്, വർക്ക് മോഡ്, വർക്കൗട്ട് ആക്ടിവിറ്റീസ്, വെതർ, മ്യൂസിക്, ഇതൊക്കെ ഉണ്ട്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസസ് മാറിയുള്ളത് സ്ക്രീൻ ഓട്ടോ ഓഫ്, പ്രസ് ആൻഡ് ഹോൾഡ് എന്താ വേണ്ടത് സെറ്റ് ചെയ്യാം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അതന്നെ ആക്കാം. നമുക്ക് ഡയൽ തന്നെ ആക്കാം. നമുക്ക് സിസ്റ്റംസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അബൌട്ട് ഡിവൈസും റീബൂട്ടും ഷട്ട് ഡൗണും ഫാക്ടറി സെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ആപ്പ് തന്നെ. നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടെ ആപ്പിൽ നോക്കി നോക്കാം. ഹെൽത്ത് മോഡ് നമുക്കിതിൽ വാച്ച് ഫേസ് സെറ്റിംഗ് വരുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ എന്തായാലും ഔട്ട് ഓഫ് സൂം ചെയ്യാം.
അപ്പോൾ പിന്നെ നമുക്ക് അൺലോക്ക് സ്ക്രീനിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, ഇൻകമിങ് കോൾസിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഓണാക്കി വയ്ക്കാം. അപ്പോൾ കറണ്ട് ഫോൺ OnePlus ആണ് അതിൻ്റെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡിലേ വേണ്ട, ഡിലേ അലേർട്ട് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഇവൻറ്റ് റിമൈൻഡർ ഉണ്ട്, വാച്ച് അലാറാംസ് ഓഫ് ചെയ്ത് ഓൺ വയ്ക്കാം, ആപ്പ് അലേർട്ട്സ് അത് നമുക്ക് ഓണാക്കാം. അപ്പോൾ നമുക്കിതിന് നോട്ടിഫിക്കേഷനൊക്കെ അലോ കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. റൺ ഇൻ ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് കാണിക്കുന്നുണ്ട്. നോട്ടിഫൈ മീ ഓൺലി വൺ ദ മൊബൈൽ ഫോൺ ഈസ് കണക്റ്റഡ്. ഓക്കെ, അല്ല അത് വേണ്ട. പിന്നെ നമുക്ക് സെറ്റിങ്സ് ആയിട്ട് ഐഡിയൽ അലേർട്ടിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഓണാക്കിയിട്ടിട്ട്. പിന്നെ ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ നമുക്ക് ഓണാക്കാം, ഓട്ടോമാറ്റിക് ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ നമുക്ക് ഓണാക്കാം. അതുപോലെ ഡിറ്റക്ഷൻ ഫ്രീക്വൻസി 1 മിനിറ്റ് ഇരുന്നോട്ടെ, ആക്ടിവിറ്റി ഡിറ്റക്ഷനും ഓണാക്കാം. അതുപോലെ ഹാർട്ട് റേറ്റ് അലേർട്ടും ഓണാക്കാം. പിന്നെ നമുക്ക് ഫൈൻഡ് വാച്ച് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. എന്താ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങും കേട്ടോ, ഉണ്ടോ വൈബ്രേറ്റ് ചെയ്ത് നമുക്ക്. അതുപോലെ ഡിസ്കവറബിൾ ഓണാക്കാം, ഡിസ്കവറബിൾ മോഡ്. ടേണിംഗ് ദിസ് ഫീച്ചർ ഓൺ മേ സ്ലൈറ്റ്ലി റെഡ്യൂസ് ബാറ്ററി ലൈഫ്, അത് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആക്ടിവിറ്റി ഹാർട്ട് റേറ്റ് ഷെയറിങ് അത് വേണ്ട, നമുക്ക് റിയൽ ടൈം ഡാറ്റ അത് ഓണാക്കാം. പിന്നെ നമുക്ക് വരുന്നത് ബാൻഡ് ലൊക്കേഷനാണ്, ലെഫ്റ്റ് റിസ്റ്റ് ആണ്, ഏത് നമ്മൾ കിട്ടുക, നമ്മൾ ലെഫ്റ്റ് ലൈനെ കിട്ടുക. അതുപോലെ ലെഫ്റ്റ് റിസ്റ്റ് ടു വ്യൂ ഇൻഫോ ഓൾ ഡേ, ഫൈൻഡ് ഫോൺ റിംഗ് ടോൺസ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. റൺ ഇൻ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് എത്തിക്കുന്നത്. അപ്പോൾ വൈ ഡസ് ദിസ് ആപ്പ് നീഡ് ടു റൺ ഇൻ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്കിതൊരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കും. ഇപ്പോൾ ലോക്ക് ആപ്പ് ഇൻ സീരീസ് നമുക്ക് അതിനെ എങ്ങനെ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാച്ച് ഡിസ്പ്ലേ സെറ്റിങ്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെതർ സെറ്റിങ്സ് നമ്മൾ ഓൾറെഡി ഒരു തൃശ്ശൂർ നമ്മുടെ ലൊക്കേഷൻ വൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഫേംവെയറുടെ ചെക്ക് ഫോർ അപ്ഡേറ്റ്, ഫേംവെയർ വേർഷൻ, ബ്ലൂടൂത്ത് അഡ്രസ്സ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വാച്ച് ഫേസ് സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ കുറേ വാച്ച് ഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊരു അത്യാവശ്യം നല്ലൊരു വാച്ച് ഫേസ് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല വാച്ച് ഫേസ് തന്നെയല്ല, മിക്ക എല്ലാം കണ്ടു വന്നിരിക്കുന്നത്. നമ്മളൊരു നല്ല വാച്ച് ഫേസ്, ഒരു കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു വാച്ച് ഫേസ് നോക്കിയിട്ട് നമുക്കൊന്ന് ഒരെണ്ണം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഏത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, കുറേ ഉണ്ടല്ലോ. നമുക്ക് ഈ സംഭവം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഡൗൺലോഡ് കൊടുത്തു, അപ്പം തന്നെ ആയിട്ട് നല്ല സ്പീഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിങ്ക്രോണൈസിങ് ആവുന്നത് കാണണ്ടായിരിക്കും. അപ്പോൾ ഇത് സിങ്ക്രോണൈസിങ് ആയിട്ട് നമുക്കിവിടെ അതിൻ്റെ ഒരു ലെവൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ഫോണിൽ. അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ആവട്ടെ. നമുക്കത് ഫിനിഷായി നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് നമ്മുടെ വാച്ചിലേക്ക് അത് സിങ്ക് ആയിക്കോളും. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 100% ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു വാച്ച് ഫേസ് എങ്ങനെ നമ്മുടെ ഫോണിലല്ല വാച്ചിൽ എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് പിന്നെ കുറേ വാച്ച് ഫേസ് ഉണ്ട്, ഒരു 100ൻ്റെ അബോ ഒരു 500ൻ്റെ അബോ ഒക്കെ ഉണ്ടെന്നുണ്ട്. എന്തായാലും കഴിയിട്ട് നോക്കി നോക്കാം. ഇത് ഓൾമോസ്റ്റ് ഒരു 987 KB ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. സിങ്ക്രണൈസിങ് നിൽക്കുന്നുണ്ട്. അത് സിങ്ക്രണൈസ് സക്സസ്ഫുള്ളി കാണിച്ചു. നമുക്ക് ഹലോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഇനിയും പിന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ലോഡിങ് കൊടുക്കാം. ഒരു 100 ആ റേഞ്ചിലൊക്കെ നമുക്കൊരു ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ഇങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എന്താ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു വാച്ച് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാറുണ്ട്. നമുക്ക് അങ്ങനെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ ഞാൻ രണ്ടരയും കാണിച്ചു തരാം. ശരിക്കും ഇതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നുണ്ട്. എനിക്ക് ബാക്കൊക്കെ ഇതിൻ്റെ എന്താ പറയുക, ഇതാണ് പേരിട്ടുണ്ടല്ലോ, എന്തായാലും കിട്ടുന്നില്ല പേര്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇതിനായിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. നമുക്ക് വെയിറ്റ് ഇതൊക്കെ ഒരു തീരെ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഇതന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് കുറവാണ്, ഇത് അതിനായിട്ടും വെയിറ്റ് കുറവാണ്. അതാണ് എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് വാച്ച് അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രിസ്റ്റിൻ്റെ അവിടെ കുറച്ച് ഇൻകംഫർട്ടബിലിറ്റി തോന്നുമല്ലോ. അപ്പോൾ ഇതിനങ്ങനെ കുഴപ്പം വരാൻ ചാൻസ് ഇല്ല, നമ്മുടെ നോർമൽ വാച്ചിൻ്റെ വെയിറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 5000-6000 റേഞ്ചിലൊരു വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സാധനമാണ് കേട്ടോ അമേസ്ഫിറ്റിൻ്റെ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ പുതിയ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ 2E മിനി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2E എടുക്കാം. എന്തായാലും ഈ 3 നമ്മുടെ ലിങ്കിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എല്ലാ സാധനങ്ങളും മോസ്റ്റ്ലി കവർ ചെയ്തും വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.